ലൈംഗിക വിവാദങ്ങളിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 38 ദിവസത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തി. സസ്പെൻഷനിലായിട്ടും മണ്ഡലത്തിലെത്തിയ രാഹുലിനെ നേതാക്കൾ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബെന്നി ബെഹനാൻ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചപ്പോൾ DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഹസ്തദാനം ചെയ്തു. എന്നാൽ ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുത്താൽ തടയുമെന്നായിരുന്നു CPIM-ന്റെ പ്രതികരണം. MLA ഓഫീസിലേക്ക് ചൂലുമായെത്തിയാണ് BJP പ്രതിഷേധിച്ചത്. അതേസമയം ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യും എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. എപ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നതാണ് ഈ ഡിവൈഎഫ്ഐയും BJP ഒക്കെ അറിയിച്ചിരിക്കുന്നത്? എന്താണ് വീടുകളിൽ കയറുകയാണോ? ഒന്ന് ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യും. ഇന്ന് ജനാധിപത്യ രീതിയിലുള്ള ഏത് പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. വളരെ കൃത്യമായ കുറിക്കുകൊള്ളുന്ന മറുപടി. രാഹുൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ജനാധിപത്യ രീതിയിലുള്ള ഏത് പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ മീൻസ് ഒരു പ്രതിഷേധിക്കേണ്ട രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ചൂലോ തീട്ടമോ ചാണകമോ ഗോമൂത്രമോ എന്തും കൊണ്ടുവന്ന് ആർക്കും വേണമെങ്കിൽ പ്രതിഷേധിക്കാം. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. എന്നാൽ ഈ പറഞ്ഞ മറുപടിയിൽ മറ്റൊന്നുകൂടി ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ജനാധിപത്യമല്ലാത്ത രീതിയിൽ, സഭ്യമല്ലാത്ത രീതിയിൽ തൻ്റെ മെക്കെട്ട് കയറാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയാണ്. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, മര്യാദകേട് ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും മര്യാദകേട് കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇങ്ങോട്ട് വാളെടുത്ത് വടിയെടുത്ത് തന്നെ നേരിടാമെന്നും തന്നെ പാലക്കാട്ട് നിന്ന് ഓടിക്കാമെന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് കായികപരമായിട്ട് തന്നെ നേരിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അങ്ങോട്ടും കായികപരമായിട്ട് തന്നെ നേരിടും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഈ പറയുന്ന ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലല്ലാത്ത പ്രതിഷേധങ്ങളെ നേരിടേണ്ട രീതിയിൽ നേരിടുക തന്നെ ചെയ്യും. അതാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. അതാണ് നട്ടെല്ലെന്ന് പറയുന്നത്. പാലക്കാട്ടിൻ്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങിയത് ഒരു അവിചാരിതമായ ഒരു അടിയാണ്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കടിയാണ്? ഈ പറയുന്ന മാപ്രകൾക്കടിയാണ്, ഈ പറയുന്ന CJP കൂട്ടുകെട്ടിന് അടിയാണ്, ഈ പറയുന്ന സംഘപരിവാറിനും സഖാക്കൾക്കും അടിയാണ്. രാഹുലിനെ തടയുമെന്നും രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും രാഹുൽ ഇങ്ങോട്ട് വരരുതെന്നും പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങളല്ല തീരുമാനിക്കുന്നത്. പാലക്കാട്ട് ഇന്നിപ്പോൾ രാഹുൽ വന്നപ്പോൾ രാഹുലിൽ ഇന്ന് ഔദ്യോഗികപരമായ ഒരു പരിപാടികളുമില്ല. എന്ന് പറഞ്ഞാൽ രാഹുലിന് ഔദ്യോഗികപരമായ ഒരു സ്റ്റേജ് കിട്ടി പാർട്ടിയുടെയോ അല്ലെങ്കിൽ വല്ല സംഘടനകളുടെയോ അല്ലെങ്കിൽ വല്ല ചാരിറ്റി പ്രവർത്തനത്തിൻ്റെയോ അങ്ങനെ ഒരു ഔദ്യോഗിക ഒരു പരിപാടിയുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയില്ല രാഹുൽ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങളോട് പറയാൻ സാധ്യമല്ല. രാഹുൽ ഇന്ന് പാലക്കാട്ട് വന്നു 10:30. നിങ്ങൾ 10:30 ആകുമ്പോൾ മാധ്യമങ്ങൾ എല്ലാവരും കൂടി രാഹുലിന്റെ MLA ഓഫീസിന് മുമ്പിൽ തമ്പടിച്ചു. എന്നാൽ രാഹുൽ അവിടെ വന്നോ? അവിടെ വന്നില്ല. രാഹുൽ പാലക്കാട്ട് ടൗണിൽ വന്നു. പാലക്കാട് ടൗണിൽ ഒരു ചുറ്റിക്കറങ്ങി, ഒന്ന് പ്രദക്ഷിണം ചെയ്തു, ഒന്ന് കറങ്ങി നടന്നു, ജനങ്ങളെ കണ്ടു, പാലക്കാട്ടുകാരെ കണ്ടു, അവരെ അഭിവാദ്യം ചെയ്തു, അവർക്ക് കൈ കൊടുത്തു, അവരോട് സംസാരിച്ചു, അവരോട് കുശലം പറഞ്ഞു, അവരോട് മിണ്ടി, അവരോട് കൂടി സംസാരിച്ചു, ചിരിച്ചു, എൻജോയ് ചെയ്തു. കളിചിരികളും തമാശകളുമായിട്ട് പാലക്കാടിൻ്റെ ടൗണിൽ ആദ്യം രാഹുൽ കളം നിറഞ്ഞു. അത് കഴിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് കഴിഞ്ഞ് നേരെ മണ്ണാർക്കാട്ടേക്ക്. ഈ മണ്ണാർക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പൗലോസേട്ടന്റെ ഭൗതിക ശരീരം കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും അവിടെ എത്തി. അവിടെ
ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. KPCCയുടെ, DCCയുടെ, അതുപോലെ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു, തങ്കപ്പൻ ഉണ്ടായിരുന്നു, വർക്കിംഗ് പ്രസിഡന്റ് പാലക്കാട് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ഈ പറയുന്ന മുത്തലിബ് ഉണ്ടായിരുന്നു, C ചന്ദ്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ പറയാവുന്ന എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിച്ചു, കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ചു. എന്താ പ്രശ്നം? മാധ്യമങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. എന്ത്? രാഹുലിനെ കെട്ടിപ്പിടിച്ചത്, ബെന്നി ബെഹനാൻ കെട്ടിപ്പിടിച്ചത് പ്രശ്നമാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ കൈ കൊടുത്തത് പ്രശ്നമാണ്. മുത്തലിബുമായി ആ മരണ വീട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചത് പ്രശ്നമാണ്. C ചന്ദ്രനുമായി സംസാരിച്ചത് പ്രശ്നമാണ്. ഒക്കെ പ്രശ്നമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന ഒരു വ്യക്തിയെ, അതും ഈ ഇങ്ങനെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ, അയാളെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിച്ച് അയാൾക്ക് പാലക്കാട്ട് ഒരു സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് കൊടുത്ത് ജനങ്ങളെ കൂട്ടി എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുകയോ അയാളെ സ്വീകരിക്കുകയോ മാലയിട്ട് സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാലക്കാട്ട് രാഹുൽ വന്ന് പാലക്കാട് ടൗണിൽ ചുറ്റുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവും പാലക്കാട്ട് രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. രാഹുൽ തനിച്ചായിരുന്നു. അവിടെ ജനങ്ങളുണ്ടായിരുന്നു, പാലക്കാട് വോട്ടർമാരുണ്ടായിരുന്നു. അവർ രാഹുലിനെ സ്വീകരിച്ചു. അവർ രാഹുലിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി രാഹുലിനെ. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ പോയത് പൗലോസേട്ടന്റെ വീട്ടിലേക്കാണ്. പൗലോസേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് സന്ദർശിച്ചിരുന്നു. അത് കഴിഞ്ഞ് മണ്ണാർക്കാട്ട് പൗലോസേട്ടന്റെ വീട്ടിലേക്കാണ് ചെന്നത്. അവിടെ ഈ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ഒരു പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു സസ്പെൻഷൻ നേരിടുന്ന വ്യക്തി, ഇത്രയും നാൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായ ഒരു വ്യക്തി, കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ പ്രതിരോധിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജീവനും ശ്വാസവും നൽകിയ ഒരു വ്യക്തി, കോൺഗ്രസിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തി, ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരു വ്യക്തി അച്ചടക്ക നടപടി നേരിടുന്ന സമയത്ത് അയാളെ കാണുമ്പോൾ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കാൻ പാടില്ല, അയാൾക്ക് കൈ കൊടുക്കാൻ പാടില്ല, അയാളെ അഭിവാദ്യം ചെയ്യാൻ പാടില്ല, അയാളുമായി സംസാരിക്കാൻ പാടില്ല, അയാളുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല, അയാളെ കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ധാർമ്മികത ഉണ്ടാക്കുന്നത് ആരാ? നിങ്ങൾ മാധ്യമങ്ങളാ. ആ ധാർമ്മികതയും ആ ക്ലാസ്സൊന്നും കോൺഗ്രസിന്റെ അടുത്ത് വേവില്ല. ആ പരിപ്പ് നിങ്ങളുടെ കലത്തിൽ, നിങ്ങളുടെ ന്യൂസ് റൂമിൽ വേവിച്ചാൽ മതി. അത് KPCCയുടെ തലയിൽ കൊണ്ടുവന്ന് അവിടെ വേവിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയെ കണ്ടാൽ, പരിചയമുള്ള വ്യക്തിയെ കണ്ടാൽ, അറിയുന്ന വ്യക്തിയെ കണ്ടാൽ നമ്മൾ എല്ലാവരും അയാളോട് സംസാരിക്കും, അയാൾക്ക് കൈ കൊടുക്കും, ഇതൊക്കെ ചെയ്യും. വെറും ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കുകയാണ് രാഹുലിനെതിരെയുള്ള ഈ പറയുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത്. വെറും ആരോപണങ്ങൾ മാത്രമാണ്. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് മിണ്ടാൻ പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിക്കാൻ പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നിച്ചിരിക്കാൻ പാടില്ല, അയാൾക്ക് കൈ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ കൽപ്പിച്ചു നൽകാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ വെറും മാപ്രകൾ മാത്രം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അട്ടിപ്പേറവകാശം നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കല്ലേ കേട്ടോ. നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കല്ലേ. രാഹുൽ നിങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ എല്ലാം ഉണ്ട്. ജനാധിപത്യ രീതിയിൽ, അതിനിപ്പോൾ CJP കൂട്ടുകെട്ടിനാണെങ്കിലും മാപ്രകളും CJPയും തമ്മിലുള്ള കൂട്ടുകെട്ടിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാം. അതിനപ്പുറത്തേക്ക് പ്രതിഷേധങ്ങൾ ജനാധിപത്യ രീതിയിലല്ലാതെ ആകുമ്പോൾ അതിനെ നേരിടേണ്ട രീതിയിൽ നേരിടുക തന്നെ ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, രാഹുലിന്റെ വാക്കിൽ നിന്ന് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാവാത്ത പോലെ നടിക്കുകയാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ബട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നല്ലതാ. പ്രതിഷേധങ്ങൾ ജനാധിപത്യ രീതിയിലായിരിക്കണം. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. അതുകൊണ്ട് പ്രതിഷേധങ്ങളും ജനാധിപത്യ രീതിയിലായിരിക്കണം. എന്നതിനപ്പുറത്തേക്ക്, ഈ ജനാധിപത്യ രീതിക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും വ്യാമോഹങ്ങളാണ്. അതിനെ നേരിടാൻ രാഹുലിനറിയാം, പാർട്ടിക്കറിയാം, പ്രവർത്തകർക്കറിയാം, രാഹുലിനെ വിശ്വസിക്കുന്നവർക്കറിയാം, രാഹുലിന്റെ കൂടെ നിൽക്കുന്നവർക്കറിയാം. മനസ്സിലായില്ലേ? ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇതാണ് രാഹുൽ വളരെ വ്യക്തമായി കൃത്യമായി നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനിടയിൽ കൂടി പല കളികളും കളിച്ചു നോക്കി. രാഹുലിൽ
വന്നിറങ്ങിയ വിവരവും നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ലേ, നിങ്ങൾ രാഹുലിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തകർ BJPയുടെ പ്രാദേശിക നേതാവിനെ അങ്ങോട്ട് വിളിച്ച് നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അവരെ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നതും ഞങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ കളികളൊന്നും മറച്ചു വെച്ചുകൊണ്ട് രാഹുലിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. ഞങ്ങൾ നേരിടേണ്ട രീതിയിൽ നേരിടും. അയാൾക്ക് കൈ കൊടുക്കും, അയാളെ കൂടെ ഇരുത്തും, അയാളുമായി ചർച്ച ചെയ്യും, അയാളോട് സംസാരിക്കും, അയാളെ കെട്ടിപ്പിടിക്കും, ഒക്കെ ചെയ്യും. ചോദിക്കാൻ നിങ്ങളായിട്ടില്ല. അതിൻ്റെ അവകാശം നിങ്ങൾക്കാർക്കും തീരെഴുതി തന്നിട്ടുമില്ല. നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഇവിടെ ഒരു കുഴപ്പവുമില്ല. എല്ലാം ജനാധിപത്യ രീതിയിലാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജനാധിപത്യ രീതിയെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വില പോവില്ല എന്നുള്ള താക്കീത് തന്നെയാണ്.